എന്നാലും ഞാൻ വിളിച്ചോണ്ട ചേട്ടൻ വന്നല്ലോ. എന്താണ് കണ്ണീന്ന് വെള്ളം വന്നത്? ഉള്ളി പൊളിച്ചാ? ഇല്ല. പൊടി വീണാ കണ്ണി? ഇല്ല. അടുപ്പിൽ ഊതിയാ? എന്നാലും കറിയുന്ന എന്തിനാന്ന് ചോദിക്കരുത്. അല്ലേ എന്താ കരയേണ്ട കാര്യം എന്താ? ഞാൻ മടുത്തു ഏട്ടാ, മടുത്തു. എടി കല്യാണത്തിന് മുമ്പ് നീ ആദ്യം കാര്യം പറഞ്ഞില്ല, ഞാൻ അച്ഛനും കൂടി സാധിച്ചില്ലേ? എന്തുവാ മടത്തി പോകുന്ന കാര്യം? മടത്തി പോകുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ എന്റെ ജീവിതം മടുത്തു പോവാ. എന്താണ് അങ്ങനെ? ഇന്നലെയും കുടിച്ചിട്ട് വന്ന എന്നെ തല്ലി, ഇന്നും കുടിക്കാൻ പോയേക്കോ, വന്നിട്ട് തല്ലും. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നോട്ടെ ചേട്ടാ. മുട്ടുകാലം ഞാൻ തല്ലി ഒട്ടിക്കും അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ. എടി നിനക്ക് എത്ര നല്ല നല്ല ആലോചന വന്നത്. നീ അപ്പൊ ഈ ഗ്ലാമറുള്ള വിന മതി എന്ന് പറഞ്ഞ് നീ ഇറങ്ങി പോകുന്നവനാണോ? എടി ആ സുരേഷിന്റെ ആലോചന ഒന്ന്, എന്റെ ദൈവം എന്ത് തങ്കപ്പെട്ട മനുഷ്യനാണ് അവൻ. ഇറച്ചി വെട്ടാര സുരേഷ് എനിക്ക് പേടിയാ. എടി അവൻ നിന്നല്ലേ വെട്ടണേ, ഇറച്ചിയാ വെട്ടണത്. എന്തോ ഇറച്ചി നമുക്ക് കഴിക്കാറെന്ന് അറിയാവോ? ബിജുവിന്റെ കാര്യം എന്താണ്? ബിജുവിന്റെ കാര്യം മീൻ കൊച്ചോട്ടല്ല, എനിക്ക് മീൻ ഇഷ്ടമല്ല. എടി അമോണി ഇടാത്ത നല്ല മീൻ തരിയല്ലോ അവൻ. നിനക്ക് പച്ചക്കറി മതി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? അത് പോട്ടെ, നിനക്ക് സുരേഷിന്റെ കാര്യം എന്താ വിഷയം? ആ ബിവറേജ് ബില്ലടിക്കുന്ന സുരേഷ്, അതാകുമ്പോ നിങ്ങൾക്ക് നിത്യവും കള്ളു കുടിക്കാമല്ലോ. അപ്പൊ ബിവറേജ് ബില്ലടിച്ചവനാ വിഷയമുള്ളൂ. ബിവറേജ് ബില്ലടിച്ച് മേടിച്ചടിച്ചവന് നിനക്ക് കുഴപ്പമില്ല. അങ്ങനെ കുറ്റമൊന്നും പറയണ്ട. ഞാനിങ്ങനെ കെട്ടിയോണ്ട് എനിക്ക് ഈ വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാം. കള്ളന്മാര് കയറൂല. എന്താ എടുത്തോണ്ട് പോകാനായിട്ട് ഈ വീട്ടിലൊന്നും ഇല്ലല്ലോ. എപ്പോഴും ഇങ്ങനെ കപ്പടാ മീശയും വെച്ച് ദേഷ്യപ്പെട്ടിങ്ങനെ എന്നാലേ എന്തോ കാര്യം? ചിരിച്ചാലേ ആയുസ് കൂടുമെന്നാ പറയുന്നത്. അയ്യോ വേണ്ട വേണ്ട, ആയുസ് കൂട്ടി കൊടുക്കണ്ടേ നീ വെറുതെ. എന്തോടെ പറയുന്നത്? അല്ല അല്ല, ഒന്നും പറഞ്ഞതല്ല. അമ്പലത്തിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാ. എന്നാ നീ പോകണ്ട. അതെന്താ? ഞാൻ ഇന്നലെ കൂടി പറഞ്ഞാണല്ലോ എനിക്ക് അമ്പലത്തിൽ പോണെന്ന്. ഇന്നലെ അങ്ങനെ പലതും പറഞ്ഞാണ്, പക്ഷെ ഇന്ന് നീ പോകണ്ട. അതെന്താ ഞാൻ പോയാല്? എടീ റിപ്പീറ്റ് അടിച്ചടിച്ചടിച്ച് നശിപ്പിച്ച സാധനമാണ് ഈ നാഗവല്ലി. ഇനി ഇതെങ്ങാണ് എന്റെ മുമ്പിൽ പറഞ്ഞ് അടിച്ച് ചെവുക്കല്ലി ഞാൻ പൊളിക്കും. നമുക്കേ കുഞ്ഞിന്റെ പേരൊക്കെ നോക്കണ്ടേ? നോക്കണം നോക്കണം നോക്കണം. അച്ഛൻ പറഞ്ഞേക്കുന്നത് മണ്ണിന്റെ മണമുള്ള പേരിടണമെന്നാ. അങ്ങനെയാണെങ്കിൽ മണ്ണിരേന്നിടാ. മണ്ണിരേന്നാ? ആ അതപ്പോ മണ്ണിനടിയിലല്ലേ, മണ്ണിന്റെ മണവും ഉണ്ടാകും. പെണ്ണുമ്പളെ മണ്ണിന്റെ പുറത്തുള്ള പേര് വേണം. അങ്ങനെയാണ് വേട്ടവളിയിൽ നിന്നത്. അത് തന്നെ, മണ്ണിന്റെ പുറത്തുനിന്ന് എടുത്ത് മേളിലോട്ട് കൊണ്ട് വെച്ച് കൂടുണ്ടാക്കുമല്ലേ അതിന്റെ പണി. ഈ പെണ്ണുങ്ങൾ പറയുന്ന എനിക്ക് പിടിക്കണില്ല, ഞാൻ പറഞ്ഞാ കേട്ടോ. അച്ഛന്റെ പൊന്നേ തക്കുടു വാവേ, മക്കൾ അമ്മയുടെ വയറ്റി എന്തെങ്കിലും ചെയ്യണ്? അമ്മയുടെ വയറ്റി കൊച്ചു പാനിപൂരി കച്ചവടം ചെയ്യുന്നു. ആ ഫോറസ്റ്റുകാരൻ ഞാൻ ഇരുട്ട വിളക്കൊക്കെ വിളിച്ചതാ. ഇപ്പൊ വരാന്ന് പറയുന്നത് ഇപ്പോഴും എത്തും തോന്നുന്നില്ല. 24 മണിക്കൂറും വെള്ളമടിച്ച് തല ഏതാ ചെവിടാന്നറിയാൻ വയ്യാത്ത കാലനാ. എന്റെ ഈശ്വരാ, ഇവനെയൊക്കെ ഫോറസ്റ്റ് എടുത്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലേ. ഇവനെ ഞാൻ എപ്പോ എടുത്തരാ ഫോറസ്റ്റില്? ഞാൻ എന്തൊക്കെ വിളിച്ച് പറയുന്നേ? എന്റെ ദൈവമേ, അയ്യോ. അത് വനജനഗണത്തില് എന്തൊരു തുന്തരവാണത് കേള്. ആവശ്യത്തെ കാര്യങ്ങൾ വിളിച്ചു പറയരുത്. എന്റെ പൊന്നു സാറേ, ആന കിണറ്റിൽ പോയേ. ആന കിണറ്റിലല്ലേ പോയത്, അല്ലാതെ ആന ഗൾഫിലൊന്നും അല്ലല്ലോ പോയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ആനയെ കെട്ടി നടക്കുന്ന പരിഹാരം കണ്ടേ പറ്റൂ. ഹരിഹരൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഏത് ഹരിഹരൻ? പാട്ടുകാരൻ ഹരിഹരൻ. ഹരിഹരനല്ലെന്ന്, ഇതിന് പരിഹാരം കാണണമെന്ന്. എടി മോളെ, നീ ആനമയക്ക് വെടിവെക്കുകാരെ ആനമയക്ക് വെടിവെപ്പാരെ നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ ഈ കിണറ്റി കിടക്കുന്ന ആനയെ മയക്ക് വെടിവെച്ച് പുഷ്പം പറിക്കുന്ന ഒരു ലാഭത്തോടെ എന്റെ മോളെ കയ്യിൽ വെച്ച് തരും. പുഷ്പം പറിക്കുമ്പോൾ എടുത്ത് തരാൻ ഇതിനകത്ത് കൊമ്പനാനെ അല്ലാതെ കുഴിയാനല്ല എടുത്ത് കയറ്റി തരാനായിട്ട് കേട്ടോ. അല്ല സാറേ, ഞാനതല്ല ആലോചിക്കുന്നത്. ഇത് ഏത് വഴിക്ക് ഈ പുല്ലൊന്നും ഇതിനകത്ത് ഇവിടെ ചാടി? ഇതിനകത്ത് ഇത് വന്നത് ആനത്താര വഴിയായിരിക്കും. ആനത്താരെ? അതെന്തോന്ന്? ഈ ആന വരുന്ന വഴിയാണ് ആനത്താര. അപ്പൊ പുലി വരുന്ന വഴിയോ? പുലിത്താര. അപ്പൊ സിംഹം വരുന്ന വഴിയോ? സിംഹത്താര. അങ്ങനെയാണെങ്കിലോ ഇല്ല കിടക്കുന്ന വഴി അത് ഏത് താരയാ? അത് ബോലോത്താര. ബോലോത്താര? ആ ദേലർ മഹിന്ദി ഗാനമേളം കഴിഞ്ഞ് പോയ വഴിയാണ് ബോലോത്താര. കേട്ട? എന്താ സംശയം? അടുത്ത ജന്മത്തില് എനിക്ക് എന്റെ സന്തോഷേട്ടാ മാത്രം മതി കെട്ടിയനായിട്ട്. വേറെ ഒരാളെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റൂല. എന്താന്നറിയാമോ? വേറൊരാള് വന്നാ പിന്നെയും 10-12 കൊല്ലം എന്റെ പോകുവേ. ഇതാകുമ്പോ ഓൾറെഡി 10 വർഷം കൊണ്ട് ഞാൻ പഠിപ്പിച്ചെടുത്താണല്ലോ. മറ്റേതാകുമ്പോ ബുദ്ധിമുട്ടാകും. എന്റെ കൊല്ലങ്ങൾ വെറുതെ. ഒന്നല്ല, 7 ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ മാത്രം മതി. അപ്പൊ 7 ജന്മം കഴിഞ്ഞാ നിങ്ങക്ക് വേറെ ആളെ വേണമെന്നാ? അങ്ങനെയല്ലേ പറഞ്ഞ ഉദ്ദേശം? അല്ല, 7 ജന്മം വരെ ഞാൻ 7 ജന്മം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആളെ നോക്കണം. അല്ലടി ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു. നീ പറഞ്ഞ അനുസരിച്ചല്ലേ ഞാൻ 7 ജന്മം ഒന്ന് ഞാൻ പറഞ്ഞു. 7 ജന്മം കുറവാണോ? 7 ജന്മം 7 ജന്മം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ വേറെ ആളെ നീ എന്നാ ചെയ്യുന്നടി? ഞാൻ എന്നാ ചെയ്യുന്ന കാണിച്ചോ. പെണ്ണുങ്ങളുടെ ലൈഫ് എന്തൊരു ലൈഫാണ്. ശരിയാ. കാര്യം അവർക്ക് ചെറിയ പ്രായത്തിൽ അച്ഛനമ്മമാരെ നോക്കിക്കോളൂ, ആങ്ങളമാരെ നോക്കിക്കോളൂ, കെട്ടിച്ചു വിട്ടാന്ന് പിന്നെ ഭർത്താക്കന്മാരെ നോക്കിക്കോളൂ, പിന്നെ മക്കള് നോക്കും, പിന്നെ ചെറുപ്പമാണ് കാണാൻ കൊള്ളാമെങ്കിൽ പോകുമ്പോൾ പൂവലന്മാരെ നോക്കും. ശരിക്കും ഒരു പെണ്ണെന്ന് പറയണതേ
ഒരു വീടിന്റെ വിളക്കാണ്. ശരിയാ. ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ എന്ത് വിളിച്ചൊരിക്കും അവിടെ. നനഞ്ഞു വിളക്കുണ്ടെങ്കിൽ ഭയങ്കര വട്ടം ഒരുക്കും.